ഹായ് സുന്ദരീസ്, ദേ കണ്ടോ എന്റെ മുഖത്ത് അത്യാവശ്യം പാടുകളും കുറച്ച് പിമ്പിൾസും ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചടപടയെന്ന് എങ്ങനെയാണ് റെഡി ആവണേ എന്നുള്ളത് കാണിക്കാട്ടോ. ഫസ്റ്റ് തന്നെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിൻ തന്നെ ആയിരിക്കണം. അപ്പോൾ മോയ്സ്ചറൈസർ കേട്ടോ. ഇത് വന്നിട്ട് ഫേസ് ഷോപ്പിന്റെ മോയ്സ്ചറൈസർ ആണ്. നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള അടിപൊളി മോയ്സ്ചറൈസറാണ്. പിന്നെ വന്നിട്ട് സൺസ്ക്രീൻ, വിഷ് കെയറിന്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതൊന്ന് ഷേക്ക് ചെയ്യുന്നത് നല്ലതാണ്, കാരണം അത്ര ഇങ്ങനെ ലിക്വിഡി ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. കണ്ടോ ഒഴുകി വരുന്നത്. ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവും കേട്ടോ. കണ്ടോ നെക്കിലിട്ട് കൊടുക്കാം. അപ്പൊ ഇത് അങ്ങനത്തെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മറിക്കാനായിട്ട് ഈസിലി പറ്റുന്ന ഒരു കൺസീലർ ആണ് കേട്ടോ. ഇത് ഏജ് റിവൈൻ കൺസീലർ ആണ് കേട്ടോ. എന്റെ ഷെയ്ഡ് വന്നിട്ട് കാരമൽ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഓറഞ്ച് ടിന്റ് കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കളർ കറക്ഷന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഈ സ്പഞ്ച് വെച്ചിട്ട് തന്നെ കുറച്ചൊന്നും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എന്നിട്ട് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ലൈറ്റ് ആയിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ബ്രഷ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാവുന്നതാണ്. ബ്രഷ് വെച്ചിട്ടാണ് കുറച്ചും കൂടി നല്ല ഫിനിഷ് കിട്ടുക. പക്ഷെ പെട്ടെന്ന് ചെയ്ത് ഇറങ്ങണം എന്നാണെങ്കിൽ നമുക്ക് വിരൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇത് കണ്ടോ, ഇപ്പൊ തന്നെ വ്യത്യാസം കണ്ടോ? ഇപ്പത്തെ സൈഡിലും ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. അതേപോലെ ഇവിടെ ഒരു പിമ്പിൾ ഉണ്ടായിരുന്നില്ലേ, അവിടെ ഞാൻ ചുറ്റിനൊന്ന് ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിമ്പിളിന്റെ ആ വലിപ്പം അതൊന്നും കുറയ്ക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഒരു കൺസീലർ വെച്ചിട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ഒരു ഡാർക്ക് സ്പോട്ട്സും ആ ഒരു കളറും ഉണ്ടാവുമല്ലോ, അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ. എനിക്ക് പിന്നെ ഡാർക്ക്നെസ് ഉള്ള ഭാഗം ഈ താടിയുടെ എവിടെയാണ്, എവിടെയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ബ്ലെൻഡ് ബ്ലെൻഡ് ബ്ലെൻഡ്. ഇത് കണ്ടോ, കുറച്ച് മാത്രം കൺസീലർ ഇട്ടിട്ടാണെങ്കിലും നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ലൂസ് പൗഡർ എടുക്കാം. ഇത് മാഴ്സിന്റെ ലൂസ് പൗഡർ ആണ്, ബനാന പൗഡർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ലൈറ്റ് ആയിട്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ബേസ് മേക്കപ്പ് ഈ ഒരു കൺസീലർ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പെട്ടെന്ന് കവർ ആവും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പിമ്പിളിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ ഒരു കളർ കവർ ചെയ്യും, പക്ഷെ ആ ഒരു ബംപിനെസ് ഒരു കൺസീലറിന് കവർ ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ സ്റ്റിൽ ഇതൊരു അടിപൊളി സാധനമായിട്ട് തന്നെയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ അത് യൂസ് ചെയ്യുന്ന നല്ലൊരു കൺസീലർ തന്നെയാണ് കേട്ടോ. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എസ്പെഷ്യലി ഡസ്കി സ്കിന്നുള്ളവർ സൂട്ട് ആവുന്ന ഒരു കൺസീലർ നോക്കുന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ഹാവ് ആണ് കേട്ടോ. പ്രോഡക്റ്റ് ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ.